എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കലാ സാഹിത്യം സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ SCERT 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായി കണ്ടിട്ടുണ്ട്. ഈ കലാ സാഹിത്യവും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും ആ അനുബന്ധ പാഠഭാഗങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം ചോദ്യങ്ങൾ ഒന്ന് നോക്കി പോകാം. എന്നിട്ട് അത് വന്നിരിക്കുന്ന ഏരിയകളും മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ചോദ്യം ആദ്യം പറയുമ്പോൾ ഉത്തരം ഞാൻ പറയുന്നില്ല. അത് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമുക്ക് ഉത്തരം പറയാം. ഉത്തരം അറിയാവുന്നവർ ചോദ്യം കാണുമ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തതേത് എന്നതാണ് ചോദ്യം. പ്രേമാശ്രമം, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതിലേതാണ് വള്ളത്തോളിന്റെ കൃതി അല്ലാത്തത് എന്നാണ് ചോദ്യം. കിട്ടാവുന്നവര് ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാരാണ് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്, അബനീന്ദ്രനാഥ് ടാഗോർ, ജ്യോതിബ ഫൂലെ. ഉത്തരം ടൈപ്പ് ചെയ്തോളൂ. അടുത്തത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബദ്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് എന്നതാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്. ഈ കഴിഞ്ഞ LGSന്റെ എക്സാമിനും ഇതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നീൽദർപ്പൺ എന്ന നാടകം രചിച്ചതാര് എന്നാണ്. നീൽദർപ്പൺ എന്ന നാടകം ആരുടേതാണ്. ദീനബന്ധു മിത്ര, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ ടാഗോർ, മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം ഇതാണ്. വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 വർഷം ഓർത്തുവെക്കുക. ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് വന്ദേമാതരം ഏത് നോവലിൽ നിന്ന് എടുത്തതാണ് എന്നാണ് ചോദ്യം. കപാലകുണ്ടല, ദുർഗേശ നന്ദിനി, ഗീതാഞ്ജലി, ആനന്ദമഠം. അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങള്. ഉത്തരങ്ങൾ അറിയാവുന്നവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. നമുക്ക് അത് വന്നിട്ടുള്ള പാഠഭാഗം ഒന്ന് നോക്കിയിട്ട് പഠിച്ചു വരാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആൻസർ ചെയ്യാം. നോക്കാം കേട്ടോ. ഇതാണ് സാഹിത്യവും ദേശീയതയും എന്നതാണ്. നമുക്കൊന്ന് നോക്കി പോവാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും ദീനബന്ധു മിത്രയുടെയും ഒക്കെ പടങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവരൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദീനബന്ധു മിത്ര. ഇതില് ഇന്ത്യൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജീർണതകളും ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അപ്പൊ അതിനെതിരെയുള്ള പ്രതിഷേധം ആളുകൾ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് നോക്കൂ. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ എന്നിവയിലൂടെ സാഹിത്യകാരന്മാര് തങ്ങളുടെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതില് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും അവരൊരു നാടകം അവതരിപ്പിച്ചു. അതിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആരുടെ നാടകങ്ങളിലൂടെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം. അത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ്. മറന്നു പോവരുത്. ഭാരത് മാത എന്ന സങ്കല്പം കൊണ്ടുവന്നത് അവരാണ് എന്നോർത്തു വെക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം ആരുടേതാണ് എന്ന് ചോദിച്ചേക്കാം. അത് ഉറുദു കവിയായ മുഹമ്മദ് ഇക്ബാൽ ആണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. അവരുടെ ആ മീഡിയം ഭാഷ ഏതാണെന്ന് ശ്രദ്ധിക്കണം. ഉറുദു കവിയാണ്. ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്നത് എഴുതിയിരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കാം. ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഒരു പോയിന്റും കൂടി ഉണ്ട്. ഒന്ന് നോക്കൂ. ബംഗാളി സാഹിത്യകാരനായ ബംഗിം ചന്ദ്ര ചാറ്റർജി. കണക്ട് ചെയ്യാം. ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹമാണ് എന്താണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തിനെ പ്രമേയമാക്കിക്കൊണ്ട് ആനന്ദമഠം എന്ന നോവല് രചിച്ചതെന്ന് ഓർത്തു വെക്കുക. ആനന്ദമഠം എന്ന നോവല് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആണ്. അദ്ദേഹം ഒരു ബംഗാളി സാഹിത്യകാരനാണ്. ഇത്രയും പോയിന്റുകൾ അവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്കൊരു പട്ടിക പോലെ 2-3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കി പോവാം. ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഈ ഓപ്ഷൻസ് അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടാറുള്ളത്. അതായത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പൊ വള്ളത്തോളിന്റെ കാര്യമൊക്കെ നമ്മളോട് നേരത്തെ ചോദിച്ചില്ല. അതൊക്കെ ഇതുപോലെ ഓപ്ഷൻ മാറ്റാണ്ട് തന്നിട്ടുള്ളതാണ്. ശ്രദ്ധിക്കണേ.
രവീന്ദ്രനാഥ ടാഗോർ ആണ്, നമുക്കറിയാം പ്രശസ്തനായ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന്റെ ഭാഷ ബംഗാളി ഭാഷയാണ്, അല്ലെങ്കിൽ ബംഗാളി സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് ഓർത്തു വെക്കുക. ഗോര ഗീതാഞ്ജലി, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് ഗോരയും ഗീതാഞ്ജലിയും. ഗോര ഗീതാഞ്ജലി ടാഗോറിന്റേതാണ്. അദ്ദേഹം ഒരു ബംഗാളി സാഹിത്യകാരനാണ്. അടുത്തത് പ്രേംചന്ദ് ആണ്. പ്രേംചന്ദ് ഹിന്ദി കണക്ട് ചെയ്യാലോ. ചന്ദ് ഹിന്ദി, കണ്ടോ, എന്താ എന്താ അങ്ങനെ കണക്ട് ചെയ്യാം. പ്രേംചന്ദ് ഹിന്ദി സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രേംചന്ദ് അല്ലേ, അപ്പൊ പ്രേമാശ്രമം, സേവാസദൻ, രംഗഭൂമി, ഗോദാൻ ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. ഒരു രംഗഭൂമിയിലാണ് അദ്ദേഹം പ്രേമാശ്രമം പണിതത് എന്നൊക്കെ ചിന്തിച്ചു വെക്കുക. അവിടെ ഗോദാൻ, ഗോക്കളെയൊക്കെ ദാനം ചെയ്തിരുന്നു എന്ന് ആലോചിച്ച് വെക്കുക. അതുപോലെ സേവാസദൻ, സേവകളൊക്കെ ചെയ്തിരുന്നു, ആ മറ്റുള്ളവരെ സേവിക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. ആശ്രമമാണല്ലോ. അപ്പൊ രംഗഭൂമി, പ്രേമാശ്രമം, ഗോദാൻ, സേവാസദൻ ഇവ നാലും പ്രേംചന്ദിന്റെ കൃതികളാണ്. പ്രേംചന്ദ് ഹിന്ദി സാഹിത്യകാരനാണ്. ക്ലിക്കായല്ലോ. ശരി, അടുത്ത നോക്കൂ. സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി ഒരു തമിഴ് സാഹിത്യകാരനാണ്, ഓർത്തു വെക്കുക. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് സാഹിത്യകാരനാണ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വെക്കാം. പാട്ടുകളാണ് കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. ഇതുകൂടാതെ പാഞ്ചാലി ശപഥം ഇതെല്ലാം സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. അദ്ദേഹം ഒരു തമിഴ് സാഹിത്യകാരനാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പോ രവീന്ദ്രനാഥ ടാഗോർ ഗോരയും ഗീതാഞ്ജലിയുമാണ്. അടുത്തത് പ്രേംചന്ദ് ഹിന്ദിയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെത്? പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, സേവാസദൻ ഇവ നാലും അദ്ദേഹത്തിന്റെ കൃതികളാണ്. അടുത്തത് തമിഴ് സാഹിത്യകാരനായ സുബ്രഹ്മണ്യ ഭാരതിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് അല്ലെ, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, പിന്നെ ഏതോ ഒരു ശബദം ഉണ്ടല്ലോ, അതേതാണ്? അത് പാഞ്ചാലി ശബദമാണ്. ഇത് നാലുമാണ് അദ്ദേഹത്തിന്റെ കൃതികള്. ഓപ്ഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ ഓപ്ഷൻ തന്നെയാണ് അവര് എക്സാമിന് ഇടുന്നത്. അടുത്ത് നോക്കൂ, അൽത്താഫ് ഹുസൈൻ ഹാലി. ഈ ഭാഷ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഏത് ഭാഷയിൽ നിന്നുള്ള സാഹിത്യകാരനാണെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനാണ്. അൽത്താഫ് ഉറുദു എന്നൊക്കെ ചിന്തിക്കുക. അൽത്താഫ് എപ്പോഴും ഉറുദുവേ പറയുള്ളൂ എന്നൊക്കെ ചിന്തിക്കണേ. നമ്മളുടെ ഒരു ഫ്രണ്ട് ആണ് അൽത്താഫ് എന്ന് ആലോചിക്കുക. അൽത്താഫ് എന്ന് പേരുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ? എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അൽത്താഫ് ഹുസൈൻ ഹാലി, അവൻ എപ്പോഴും ഉറുദു മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് ചിന്തിക്കുക. അപ്പോ അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനാണ്. അതുകൊണ്ട് തന്നെ പേരുകളും അങ്ങനെയായിരിക്കും. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്, ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ഇവ രണ്ടും അൽത്താഫ് ഹുസൈൻ ഹാലിയുടേതാണ് എന്നോർത്തു വെക്കുക. അടുത്ത നോക്കൂ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ LGSന് ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ചോദിച്ചിരുന്നേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി സാഹിത്യകാരനാണ്. മറാത്തി സാഹിത്യകാരനാണ്. നിബന്ധമാലയാണ് അദ്ദേഹത്തിന്റെ കൃതി. നോക്കൂ, വിഷ്ണുവും കൃഷ്ണനും ഒക്കെ എപ്പോഴും മാലയിട്ട് നിൽക്കുന്നതാണ് അല്ലെ, ഒരുപാട് മാലകളൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറുടേത് നിബന്ധമാല എന്നതാണ്. അദ്ദേഹം ഒരു മറാത്തി മാല കൊണ്ട് ഇങ്ങനെ മറച്ചിരിക്കുകയായിരിക്കും. അവരുടെ ഡ്രസ്സൊക്കെയാണ് ചിന്തിക്കുക. ഡ്രസ്സിന്റെ മേളിൽ കൂടെ മാലകൾ ഇട്ടിട്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയായിരിക്കും ചിന്തിക്കുക. അപ്പൊ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്, മറാത്തിയാണ്. അത് നിബന്ധമാലയാണ് എന്ന് ഓർത്ത് വെക്കാം. അടുത്ത് നോക്കൂ, വള്ളത്തോൾ നാരായണ മേനോനാണ്. നമുക്കറിയാം നമ്മുടെ മലയാളി സാഹിത്യകാരനാണ്. ഈ ഓപ്ഷൻസ് അതേപടി നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതേ ഉള്ളൂ. എന്റെ ഗുരുനാഥൻ വള്ളത്തോളിന്റെ, ബാപ്പുജി വള്ളത്തോളിന്റെ, ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോളിന്റെ. ഏതൊക്കെയാണ്? എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ ഇവ മൂന്നും വള്ളത്തോളിന്റെ കൃതികളാണെന്ന് ആലോചിക്കാം. അപ്പൊ എന്താ നമ്മൾ ഇവിടെ പഠിച്ചത്? ആദ്യം പറഞ്ഞു അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. അൽത്താഫ് ഏത് ഭാഷയാ സംസാരിക്കുക? ഉറുദു ഭാഷയാണ് സംസാരിക്കുക. എന്താ കൃതികളുടെ പേര്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെതാണ്. ഇനി നമ്മൾ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ന് പറയുമ്പോ തന്നെ മാലയിട്ട കാര്യം ആലോചിക്കുക. നിബന്ധമാല എന്നതാണ് കൃതി. ആ മീഡിയം ഏതാണ്? ലാംഗ്വേജ്
ലാംഗ്വേജ് ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ മറച്ചു വെച്ചിരിക്കുകയാണ്, മറാത്തിയാണ്. ക്ലിയർ ആണേ. അടുത്തത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നമുക്കറിയാം മലയാളി സാഹിത്യകാരനാണ്. 3 കൃതികൾ നമുക്ക് ഓർത്തിരിക്കണം. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, അത് കൂടാതെ ഇന്ത്യയുടെ കരച്ചിൽ. ഇന്ത്യ കരയുന്നത് ആരാ കണ്ടത്? കരയുമ്പോഴല്ലേ നിറയെ വെള്ളം വരിക, കണ്ണീന്ന് ഇങ്ങനെ ഒഴുകുക. അപ്പൊ വള്ളത്തോൾ നാരായണ മേനോനാണെന്ന് ആലോചിക്കുക. അപ്പൊ ഇത് 3ഉം അദ്ദേഹത്തിന്റെ കൃതികളാണ്. ക്ലിയർ ആണല്ലോ 2 ബോക്സും? ശരി. ഇനി നോക്കൂ, വരിക വരിക സഹചരേ എന്നത് വരിക വരിക സഹചരേ വലിയ സഹന സമരമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് അംശി നാരായണ പിള്ളയുടേതാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അംശി നാരായണ പിള്ളയുടേതാണ് വരിക വരിക സഹചരേ എന്നുള്ളത്. ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരാനായിട്ട് നമ്മുടെ മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ഇത് എന്നുകൂടെ ഓർത്തുവെക്കുക. അടുത്തത് ബംഗാളി ചിത്രകാരനാണ്. ബംഗാളി ചിത്രകാരനാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഓർത്തിരിക്കുക, ബംഗാളി ചിത്രകാരനായ അബനീന്ദ്ര ടാഗോർ ആ സമരകാലത്ത്, സ്വദേശി സമരകാലത്ത് ഒരു ജലഛായ ചിത്രം വരച്ചു. അതാണ് ഭാരത് മാത എന്ന ചിത്രം. നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവും വിജ്ഞാനവും നൽകുന്നത് ഭാരതമാതാവാണ് എന്ന സങ്കല്പത്തിലാണ് അബനീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ചിത്രകാരനാണ്. അദ്ദേഹം വരച്ച ജലഛായ ചിത്രമാണ് ഭാരത് മാത എന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഒന്ന് നോക്കിയേ, താഴേക്ക് ഇങ്ങോട്ട് പോരുമ്പോ ഇവിടെ ഒരു പോയിന്റ് ഓർക്കണം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ കലയുടെ പ്രോത്സാഹനത്തിനുമായി കൽക്കത്തയിൽ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. അപ്പൊ ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാല് അത് ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് കൽക്കത്തയിലാണ്. സ്ഥാപനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഇതിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഭാരത് മാത എന്ന ജലഛായ ചിത്രം വരച്ചതാരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം ഒരു ബംഗാളി ചിത്രകാരനാണ്. അദ്ദേഹം കൽക്കത്തയില് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരെണ്ണം സ്ഥാപിച്ചു. അതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ക്ലിയർ ആണോ? ശരി, അടുത്ത പോയിന്റ് നോക്കാം. നോക്കൂ മക്കളെ, രാജാ രവിവർമ്മയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ദർഭമുന കൊണ്ട ശകുന്തള അല്ലെ, കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നുള്ള രംഗമാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത്. ദർഭമുന കൊണ്ട ശകുന്തള, ഇത് നമ്മുടെ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് എന്നാലോചിക്കണം. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ഓർക്കാനുണ്ട്. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തന്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത്. സതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായത്. നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രചന ഏതാണെന്ന് ചോദിച്ചാൽ അത് സതി ആണ് എന്നാലോചിക്കുക. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നായ സതി അനുഷ്ഠിക്കുന്നതാണ് അല്ലെ. ഇതാണ് ചിത്രം, ഓർത്തിരിക്കണേ. ഇതാണ് സതി അറിയാലോ, ഭർത്താവ് മരിക്കുമ്പോ ഭാര്യയും ആ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ളതാണ് ജീവനോടെ. അതാണ് സതി എന്ന ദുരാചാരം. ഇനി ഇവിടെ നോക്കൂ, അദ്ദേഹത്തിന്റെ തന്നെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അത് നമുക്ക് നമ്മുടെ മലയാളമായി റിലേറ്റ് ചെയ്ത് വരില്ല. പക്ഷെ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ആണ്. സതി ആരുടേതാണെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസിന്റേതാണ് എന്ന് ഓർത്തു വെക്കുക. ഇതൊന്ന് നോക്കൂ, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. ഗ്രാമത്തിന്റെ ദുരിതമായതുകൊണ്ട് തന്നെ തെളിച്ചമില്ലാത്ത ചിത്രങ്ങളായിട്ടാണ് അവർ വരച്ചിരിക്കുന്നത് എന്നാലോചിച്ചു വെക്കുക. ഈ 3 പോയിന്റാണ് ഇവിടെ ഓർക്കാനുള്ളത്. നന്ദലാൽ ബോസിന്റെ സതിയാണ് പ്രധാനപ്പെട്ടത്. അത് കൂടാതെ ഗ്രാമീണ ചെണ്ടക്കാരൻ ഓർത്തിരിക്കുക. ഇനി അമൃത ഷേർഗിലാണെങ്കിൽ ഗ്രാമങ്ങളിലെ ദുരിത ജീവിതത്തെ കുറിച്ചാണ് പരാമർശിച്ചത് എന്നും കൂടെ ഓർക്കുക. ഇനി ഗ്രാമീണ ചെണ്ടക്കാരൻ 1938 ഹരിപുര INC പ്രദർശിപ്പിച്ചു. അതും കൂടെ ഓർത്തു വെച്ചോളൂ, ഹിസ്റ്ററി എന്നൊക്കെ ചിലപ്പോ ചോദിക്കും. ഇനി നോക്കൂ, ഗ്രാമീണ ചെണ്ടക്കാരൻ നമ്മളിപ്പോ പറഞ്ഞുല്ലോ, നന്ദലാൽ ബോസിന്റെ ചിത്രം ഇതാണ് എന്നോർക്കുക. ഗ്രാമീണ ജീവിതം
തെളിച്ചം കുറഞ്ഞ ചിത്രങ്ങളിലൂടെ അമൃത ഷേർഗിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. ഗ്രാമീണ ജീവിതമൊക്കെ അമൃത ഷേർഗിലിന്റേതാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനം. അതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ്. അതൊന്നും ഇവിടെ ഒന്നും നമുക്ക് വേണ്ട. ചർക്കയും നമ്മളുടെ അന്നത്തെ പതാകയെ കുറിച്ചിട്ടൊക്കെയാണ്. അത് നമുക്ക് വേണ്ട. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ, ഗ്രാമീണ ചെണ്ടക്കാരനാണെങ്കിൽ അത് നന്ദലാൽ ബോസ്. ഇനി നോക്കൂ, കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പോലെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ, അദ്ദേഹം മലയാളമാണെന്ന് നമുക്കറിയാം. ആ കൃതികളുടെ പേരൊന്ന് പറഞ്ഞേ മക്കളെ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. വള്ളത്തോളിന്റെ കൃതികൾ ഏതൊക്കെയാ പറഞ്ഞേ? എന്റെ ഗുരുനാഥൻ, പിന്നെ ബാപ്പുജി, പിന്നെ ആരുടെ കരച്ചില? ഇന്ത്യയുടെ കരച്ചിൽ. ഇതെല്ലാം വള്ളത്തോളിന്റേതാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഏതാണ്? അൽതാഫ് ഏത് ഭാഷ സംസാരിക്കുന്ന നമ്മൾ പറഞ്ഞേ? ഉറുദുവാണ്. കിട്ടിയല്ലോ. അടുത്തത് ഭാരതമാത ആരുടേതാണ്? അവനീന്ദ്രനാഥ ടാഗോർ ആണ്. സതി ആരുടേതാണ്? സതി നമുക്കറിയാം, അത് നന്ദലാൽ ബോസ് ആണ് അല്ലെ? നന്ദലാൽ ബോസ് ആണ്, കറക്റ്റ് ആണ്. ആനന്ദമഠം എന്നത് നോവലാണ്. നീൽ ദർപ്പൺ നാടകമാണ്. ഓർത്തിരിക്കണേ, നീൽ ദർപ്പൺ. ആ ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്തിടാൻ മറന്നു തോന്നുന്നു. ആനന്ദമഠം നോവലാണ് എന്ന് നമുക്കറിയാം. നീൽ ദർപ്പൺ എന്നത് നാടകമാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. രാമകൃഷ്ണ മിഷൻ ആരാ സ്ഥാപിച്ചത്? രാമകൃഷ്ണ മിഷൻ അത് വിവേകാനന്ദനാണ് എന്നോർത്ത് വെക്കുക. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദൻ. കിട്ടിയല്ലോ പോയിന്റ്സ്. അടുത്തത് നോക്കാം നമുക്ക്. ചിത്രങ്ങൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണ്? നന്ദലാൽ ബോസിന്റേതാണ്. മാറിപ്പോവരുത്. ചെണ്ട കൊട്ടി നടക്കുന്നത് ബോസ് ആണ്. നന്ദലാൽ, ഒരു കമ്പനിയുടെ ബോസ് ഇങ്ങനെ ചെണ്ട കൊട്ടി ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണെന്ന് ചിന്തിക്കുക. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലാണ് കേട്ടോ. അമൃതം പൊടിയൊക്കെ കൊടുക്കുക ഗ്രാമങ്ങളിലല്ലേ? അമൃതം പൊടിയൊക്കെ കൊടുക്കുക. ദുരിതമുള്ളവർക്ക്, ദുരിതമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിന്റേതാണ് എന്ന് ആലോചിച്ച് വെക്കുക. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സതി ആരുടെ ചിത്രം എന്നാ നമ്മൾ പഠിച്ചേ? സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ ചിത്രം, അത് നന്ദലാൽ ബോസ് ആണ് എന്നാലോചിക്കുക. കാളിദാസന്റെ ദർഭമുന കൊണ്ട ശകുന്തള അതാരുടേതാണെന്ന് ചോദിച്ചാല് രാജാ രവിവർമ്മയാണ്. ഭാരതമാത ആരുടെ ചിത്രമാണ്? ഭാരതമാത എന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്തിടണേ, ഞാനിപ്പോ പറയുന്നില്ല. ഭാരതമാത എന്നത് ആരുടേതാണ് എന്നൊന്ന് പറയണം. ഇനി നമുക്ക് ആദ്യം കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ഇനി ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കൂ, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. താഴെ പറയുന്നവയിൽ വള്ളത്തോളിന്റെ കൃതികളിൽ പെടാത്തതേത് എന്നതാണ് ചോദ്യം. പ്രേമാശ്രമം, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്. പ്രേമാശ്രമമാണ്. പ്രേമാശ്രമം ആരുടേതാണെന്നാണ് നമ്മൾ പഠിച്ചേ? അത് പ്രേംചന്ദിന്റേതാണ്. അദ്ദേഹത്തിന്റെ ഭാഷ ഏതായിരുന്നു? ഹിന്ദി ഭാഷയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതായിരുന്നു? പറഞ്ഞോളൂ. ആദ്യത്തേത് പ്രേമാശ്രമമാണ്. ആശ്രമം പണിയണമെങ്കിൽ നമുക്കൊരു രംഗഭൂമി വേണം. രംഗഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഗോദാൻ നടത്തും. അത് കൂടാതെ സേവാസദൻ. ഇത് 4ഉമാണ് പ്രേംചന്ദിന്റെ കൃതികൾ. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തേത് എന്തായിരുന്നു? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു കൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ആര് സ്ഥാപിച്ചു എന്നാ നമ്മൾ പറഞ്ഞ? അമൃതയാണോ, നന്ദലാൽ ആണോ, അവനീന്ദ്രനാഥ ടാഗോർ ആണോ, ജ്യോതിബായ് ആണോ? നമുക്കറിയാം അത് അവനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം ഒരു ബംഗാളിയാണ് അല്ലെ? ബംഗാളി ഭാഷയാണ്, ഓർത്തിരിക്കുക. അടുത്ത നോക്കാം. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബദ്ധമാല എന്ന കൃതി ഏതു ഭാഷയിൽ രചിച്ചു എന്നാ നമ്മൾ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു വിഷ്ണു കൃഷ്ണ എന്ന് പറയുമ്പോ അപ്പൊ തന്നെ മാല ഇട്ട് നിൽക്കുന്നത് ആലോചിക്കണം. മറച്ചു എന്നാലോചിക്കണം. അപ്പൊ മറാത്തിയാണ് അല്ലെ? മറാത്തി ഭാഷയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിക്കാനായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നീൽ ദർപ്പൺ എന്ന നാടകം ആരുടേത്? നീൽ ദർപ്പൺ ഒരു നാടകമാണെന്ന് നമ്മൾ പറഞ്ഞു. ആനന്ദമഠം നോവലാണ്. നീൽ ദർപ്പൺ ആണെങ്കിൽ നാടകമാണ്. ദീനബന്ധു മിത്ര, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ ടാഗോർ, മോത്തിലാൽ നെഹ്റു. എന്തായിരിക്കും? നീൽ ദർപ്പൺ. അത് ദീനബന്ധു മിത്രയാണ് എന്നാലോചിക്കണേ. ദീനൊക്കെ വരുമ്പോഴല്ലേ നമ്മളിങ്ങനെ നീല കളറാവാന്നൊക്കെ ചിന്തിച്ചാൽ മതി. ദീനബന്ധു മിത്ര, നീൽ ദർപ്പൺ എന്ന് ഓർത്തു വെക്കുക. അതൊരു നാടകമാണ്.
അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? വന്ദേ മാതരം ഏതിൽ നിന്നെടുത്തു എന്നതാണ് ചോദ്യം. കപാലകുണ്ടല, ദുർഗേശനന്ദിനി, ഗീതാഞ്ജലി, ആനന്ദമഠം. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള കൃതിയാണ്. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങള് ഇത് തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും കണ്ടു പഠിക്കുക. ഉറപ്പായിട്ടും 1 മാർക്കിന്റെ ചോദ്യം ഇതിൽ നിന്നുണ്ടാകും. അപ്പൊ ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്. ബൈ.